നമസ്കാരം സുഹൃത്തുക്കളെ. അപ്പോൾ കൂലിയുടെ ട്രെയിലർ വന്നായിരുന്നു, കണ്ടായിരുന്നോ? അപ്പോൾ ട്രെയിലർ നമ്മൾ അത്ര പ്രതീക്ഷിച്ചിരുന്നതാണ്. അപ്പോൾ 7 മണിക്കാണ് വന്നത്, കണ്ടു. ആദ്യം തന്നെ പറയാം, ഇതിനകത്ത് ആദ്യം തന്നെ ഉള്ള കാര്യം പറയാം. സംഭവം LCU അല്ല. ഞാൻ ഇതിനകത്ത് കുറച്ച് കട്ട് ഞാനിങ്ങനെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. LCU അല്ല ഇത്. ആ കാര്യത്തിൽ ഞാൻ ഇതിനകത്ത് ഗ്യാരണ്ടി ചെയ്യാം. കാരണം ഇതിനകത്ത് നമ്മുടെ ഈ ലോകേഷിൻ്റെ LCU, ലോകേഷ് സിനിമാറ്റിക് യൂണിവേഴ്സ് എന്ന് പറയുന്ന കൈതി, വിക്രം, ഈ 2 സിനിമയും പിന്നെ ലിയോ ആയിട്ട് കണക്ട് ചെയ്യുന്ന ഈ 3 പടത്തിൽ 1-2 ക്യാരക്ടറുകൾ ഈ സിനിമയ്ക്കകത്ത് അഭിനയിച്ചിട്ടുണ്ട്. വേറൊരു ക്യാരക്ടറായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഈ ട്രെയിലറിൽ നിന്ന് തന്നെ മനസ്സിലാവും. ഞാൻ 1-2 കാണിച്ചു തരാം. അതിൽ നിന്ന് മനസ്സിലായി ഇത് LCU അല്ല, കംപ്ലീറ്റ് ആയിട്ട് LCU അല്ല എന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പാണ്. ഇതൊരു സ്റ്റാൻഡ് ലോൺ പടമാണ്. പിന്നെ ഈ ട്രെയിലർ ഇങ്ങനെ വന്നപ്പോഴത്തേന് അതിൻ്റെ അവസാനം ഒരു 30 വർഷമായിട്ട് ഓഫ്ലൈനിലേ വെച്ചേക്ക് വന്ന്, അത് തന്നെ പറയാൻ മനസ്സിലാവും ഭാഷ റെഫറൻസ് ആണ്. ഇപ്പോൾ ഇന്ത്യൻ സിനിമയിൽ തന്നെ ഒത്തിരി സിനിമകൾ എടുത്തു നോക്കി, മലയാളത്തിൽ തന്നെ എടുത്തോ അല്ലെങ്കിൽ തമിഴിൽ തന്നെ എടുത്തു കഴിഞ്ഞോ, അതായത് സംഭവം തീം ഇതാണ്. തുടക്കത്തിൽ ഈ നായകൻ ഒരു പാവമായിരിക്കും, ഒന്നും അറിയത്തില്ല, പഞ്ചപാവം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കാണിക്കും. പക്ഷെ ഒരു സമയം കഴിയുമ്പോഴത്തേന് നായകൻ്റെ എലിവേഷനാണ്. അദ്ദേഹം പണ്ടിങ്ങനെ ആയിരുന്നു, അതായത് ഒരു ഫ്ലാഷ് ബാക്കിൽ ഇങ്ങനെ ഒരു വലിയൊരാളായിരുന്നു. അത് എന്ന് തുടങ്ങിയെന്ന് പറഞ്ഞാൽ ഭാഷ എന്ന് പറയുന്നൊരു സിനിമയിൽ നിന്ന് തുടങ്ങിയ പരിപാടിയാണ്. ഭാഷയിൽ തുടക്കത്തിൽ രജനീകാന്ത് ആരുമല്ല, പക്ഷേ ഒരു സമയം കഴിയുമ്പോൾ പുള്ളി ഭയങ്കര സംഭവമാണ്. അത് ഈ ഒരു തീം ഇന്ത്യൻ സിനിമയിൽ അതിന് ശേഷം, ഭാഷയ്ക്ക് ശേഷം ഒരുപാട് സിനിമകളിൽ വന്നിട്ടുണ്ട്. ഇപ്പം രജനീകാന്തിൻ്റെ ലാസ്റ്റ് പടമല്ല, അത് വേട്ടയനാണ്. പക്ഷേ ജയിലർ നോക്കിയോ, ജയിലർ തുടക്കത്തിൽ രജനീകാന്ത് ഒരു പാവം പിടിച്ച പൂച്ചയെ പോലെ ഇരിക്കുന്ന ഒരു മനുഷ്യൻ. പക്ഷേ പുള്ളിക്കൊരു ഫ്ലാഷ് ബാക്ക് ഉണ്ടായിരുന്നു. പുള്ളി ഒരു ഭയങ്കര സംഭവമായിരുന്നു. മുത്തുവേൽ, അതായത് ടൈഗർ മുത്തുവേൽ പാണ്ഡ്യൻ എന്ന് പറയുന്ന ഒരു ഭയങ്കര വലിയ പോലീസുകാരനായിരുന്നു. അതേപോലെ ഒരു സമയം കഴിയുമ്പോൾ നായകനെ എലിവേറ്റ് ചെയ്യുന്ന ഒരു റെഫറൻസ് ഉണ്ടല്ലോ, ഭാഷാ റെഫറൻസ്. ഇതാണ് ഭാഷാ റെഫറൻസ്. ഭാഷയ്ക്ക് ശേഷമാണ് അങ്ങനത്തെ ഒരു പടങ്ങൾ ഇറങ്ങാൻ തുടങ്ങി. അത് അന്യായം നായകനെ ബൂസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു തീമാണിത്. തുടക്കത്തിൽ പാവം പോലെ കാണിച്ചിട്ട് ഇപ്പോൾ വിശ്വരൂപം എടുത്ത് നോക്കിയോ, ഇപ്പം ധനുഷിൻ്റെ അസുരൻ എടുത്ത് നോക്കിയോ, മോഹൻലാലിൻ്റെ ലൂസിഫർ എടുത്ത് നോക്കിയോ, എത്ര പടങ്ങൾ അങ്ങനെ വന്നിട്ടുണ്ടെന്ന് പറയും. ഇതും അങ്ങനെയാണെന്നാണ് തോന്നുന്നത്. ഒരു ഹാർബറിൽ കൂലിയായിട്ട് വന്നതിന് വേറൊരു ഉദ്ദേശം കാണും. അപ്പോൾ അതിനിടയ്ക്ക് നിന്നുകൊണ്ട് മറ്റേ KGF പോലെ അത് ഇപ്പം സൗബിനകത്ത് ചോദിക്കുന്നുണ്ട്, 14,400 പേരിൽ ഒരാൾ കൂലി എനിക്ക് മതി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് രജനീകാന്തിനെയാണ് ഉദ്ദേശിക്കുന്നത്. രജനീകാന്തിന് ഒരു ഫ്ലാഷ് ബാക്ക് ഉണ്ട്, അതിനകത്ത് ഭയങ്കര സംഭവമായിരുന്നു. പിന്നെ വയലൻസിനൊന്നും ഒരു മാറ്റം കൊടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഈ ട്രെയിലർ കണ്ടതിനെ പറ്റി എൻ്റെ അഭിപ്രായം പറയാനുള്ളത്, ഈ ട്രെയിലറിൽ ഭയങ്കരമായിട്ട് റിവീൽ ചെയ്തിട്ടില്ല. തിയേറ്ററിൽ പൊട്ടിക്കാനുള്ള പരിപാടിക്ക് വെച്ചേക്കുവാണ്. അനിരുദ്ധിൻ്റെ മെയിൻ മാസ് BGM ഒന്നും ഇതിനകത്ത് കയറ്റിയിട്ടില്ല. ഒരു ഒഴുക്കം മട്ടിലുള്ള ഒരു പാട്ട് പാടി ഇങ്ങനെ പോവാണ്. അതുകൂടാതെ തന്നെ ട്രെയിലർ കട്ടിനകത്തൊക്കെ ഒരു 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 പയ്യെ ഉള്ള രീതിയിലുള്ളതാണ് ഇത് കാണിച്ചിരിക്കുന്നത്. എന്തായാലും സംഭവം പണി വെച്ചിട്ടുണ്ട്, മനസ്സിലായി. സംഭവം പണി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് എന്താണെന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. നമ്മൾ എക്സ്പീരിയൻസ് ചെയ്താൽ പോയി തിയേറ്ററിൽ ലോകേഷ് പണി വെച്ചിട്ടുണ്ട്, അത്രേ പറയാനുള്ളൂ.